നൊസ്റ്റാൾജിയ എൺപത്തെട്ടിന്റെ നാൾ വഴിയെക്കുറിച്ച് ഒരു ചെറിയ വിവരണത്തിനായി ശ്രീ ബിജു ഗോപിനാഥിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ. ബഹുമാനപ്പെട്ട അധ്യാപകർ, ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, പ്രിയപ്പെട്ടവരെ, വളരെ വൈകാരികമായിട്ടുള്ളൊരു നിമിഷത്തിലാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ ഒരു സ്വപ്നമാണ് നമ്മുടെ ഈ ഒരു ഒത്തുകൂടൽ. അത് പൂർണ്ണമാണോ എന്ന് ചോദിച്ചാൽ ആയിട്ടില്ല. കുറെ പേര് പുറത്ത് വിദേശങ്ങളിലുള്ളവർക്കൊന്നും നേരിട്ട് പങ്കെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും നമ്മുടെ ഒരു ആദ്യ ലക്ഷ്യം യാഥാർത്ഥ്യമാവുകയാണ്. 1987-88 ബാച്ചിൽ ഈ സ്കൂളിൽ പഠിച്ച് SLC പരീക്ഷ എഴുതി പുറത്തിറങ്ങിയ നമ്മൾ ഇന്ന് ആദ്യമായിട്ട് അതിനുശേഷം ഇന്ന് ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ട്. 38 വർഷത്തിന് ശേഷം അധ്യാപകരുണ്ട്. ഈ അധ്യാപകർ, നമ്മൾ വിദ്യാർത്ഥികൾ എല്ലാം കണ്ടുമുട്ടുന്നതിനുള്ള അവസരം ഇനി ഒരിക്കൽ ഉണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. 2015 ഈ ഗ്രൂപ്പിന് രൂപം കൊടുത്തത്. ഗ്രൂപ്പിന് രൂപം കൊടുക്കാൻ ഒരു നിമിത്തമായി എന്നുള്ളതല്ലാതെ ഇന്നത്തെ ഈ പ്രോഗ്രാം യാഥാർത്ഥ്യമാക്കിയത് ഒരു കൂട്ടം ആൾക്കാരുടെ വളരെ കഷ്ടപ്പെട്ട പ്രവർത്തനമാണ്. ഈ ഗ്രൂപ്പ് 2015 ആരംഭിച്ചു. നമ്മുടെ പരിചയത്തിലുള്ള കുറച്ചു പേരെ അതിൽ അംഗങ്ങളാക്കി, അവരെ അഡ്മിനാക്കി, അവരോരുത്തർ അവർക്ക് പരിചയമുള്ളവരെ ചേർത്ത്. നമ്മൾ ഈ പഠിച്ച കാലഘട്ടം എന്ന് പറയുന്നത് ഫോണും ഇന്റർനെറ്റും പോയിട്ട് ലാൻഡ് ഫോൺ പോലും ഇല്ലാത്ത കാലഘട്ടമാണ്. കേവലം ഒരു ഓട്ടോഗ്രാഫ് മാത്രമാണ് നമ്മുടെ ഇപ്പോഴുള്ള നമ്മുടെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടം പോലെയല്ല. ഇപ്പം വിദ്യാർത്ഥികൾ 5ാം ക്ലാസ് ആയാലും അവർക്ക് ഇന്റർനെറ്റ്, വാട്സപ്പ് കൂട്ടായ്മയൊക്കെ ഉണ്ട്. അപ്പൊ ഇത് ഓരോരുത്തരെയും കണ്ടെത്തി, വിദേശത്തും സ്വദേശത്തുമുള്ള സുഹൃത്തുക്കളെ കണ്ടെത്തി അവരെ ചേർത്ത് ഈ ഗ്രൂപ്പ് വലിയ ഒരു പ്രവർത്തനമൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഒരു 5-6 മാസത്തിന് മുമ്പ് ഒരു യാദൃച്ഛയായിട്ട് നമ്മൾ ഒന്ന് ഒത്തുകൂടേണ്ട ഒരു സന്ദർഭം ഉണ്ടായപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചു, നമുക്കൊരു കൂട്ടായ്മ എന്തുകൊണ്ടായിക്കൂടാ, നമ്മുടെ അധ്യാപകരെ നമുക്കൊന്നുകൂടി കാണാം, സുഹൃത്തുക്കളെ കാണാം. ആ ഒരു ചർച്ചയിൽ നിന്നാണ് പിന്നീട് അതിൻ്റെ ഒരു മീറ്റിംഗ് വിളിക്കുകയും മാലിദാസ് പ്രസിഡന്റായും സന്തോഷ് കുമാർ സെക്രട്ടറിയായും ജയകുമാർ ഖജാൻജിയായും അതിനെ സഹായിക്കുവാനുള്ള സുഹൃത്തുക്കൾ അജയനോ ബിജു ഒക്കെ പോലെയുള്ള ഒരുപാട് സുഹൃത്തുക്കൾ, അവരുടെ കഷ്ടപ്പാടിന്റെ ഫലമാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഒത്തുകൂടൽ. വളരെയധികം കഷ്ടപ്പെട്ടു. ഞാനൊക്കെ ഇപ്പോൾ എറണാകുളത്താണ് ഇപ്പം താമസിക്കുന്നത്. ഇപ്പൊ ഇവിടെ നേരിട്ട് പറഞ്ഞ് ചെയ്യാൻ പറ്റില്ല. എന്നാലും നമ്മൾ അവിടെ ഇരുന്നു കൊണ്ടും ഇവിടുത്തെ നമ്മൾ ദിവസവും സംസാരിക്കുകയും എന്തായാലും ഒരിക്കലും ഇത്രയും മനോഹരമാക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയില്ലായിരുന്നു. വളരെ സന്തോഷം. പ്രിയപ്പെട്ട അധ്യാപകരെ കണ്ടതില് പലരും പരസ്പരം അധ്യാപകർക്ക് സന്തോഷം പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ട്. കൂടുതലായിട്ട് ധരിപ്പിക്കുന്നില്ല. നമുക്കിനിയും മുന്നോട്ട് പോകാനുണ്ട്. നമ്മളെ പഠിപ്പിച്ച ഈ അധ്യാപകരുടെ എല്ലാം പാദങ്ങളിൽ തലയർപ്പിച്ച് ആദരിച്ചു വണങ്ങി അവരുടെ അനുഗ്രഹം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അന്ന് ചേർന്ന് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.